സെൻട്രൽ ഏജൻസി വേണോ വേണ്ടിയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. അതിനടുത്ത നിലപാട് SIT അന്വേഷണം പോകണം, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഹൈക്കോടതി SITയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആഹ്ലാദഭരിതമായിരുന്നു പത്രക്കാരെല്ലാം, നിങ്ങളെല്ലാം. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എന്താ, ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല. കാരണം എന്താ, മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് കൊള്ള നടത്തുന്ന നേതൃത്വം കൊടുത്ത ഒന്നാം പ്രതി, രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി, ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെപ്പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള, ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി. ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ UDFൻ്റെ കൺവീനർ പോയത്? അന്ന് കൺവീനറല്ല, ഇന്ന് കൺവീനറാണ്, കൺവീനർ പോയത്. അതുപോലെ തന്നെ MP എന്തിനാണ് പങ്കെടുത്തത്? ആൻ്റോ ആൻ്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? തൃപ്രയാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അതിൽ ആ ഫോട്ടോയിലുണ്ട്. ഇവരെല്ലാം എന്തിനാണ് പോയത്? ആരാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് തയ്യാറായി കൊടുത്തത്? ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്, ആ ഫോട്ടോ ശരിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മറുപടി പറയേണ്ടി വരും. ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? അത് ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണം, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയണം. അത് അടൂർ പ്രകാശം മാത്രം പറയേണ്ട ഒരു കാര്യമല്ല. എന്തടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ ഇവർ പോയത്? എന്തായിരുന്നു കാരണം? ഇപ്പോഴാണെങ്കിൽ നിരവധിയായ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് കൃത്യമായ മറുപടി ജനങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ SITയെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം SIT എന്ന് പറയുന്നത് ഇവരെന്താ ധരിച്ചിട്ടുള്ളത്? അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ? ആ സംവിധാനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. അത് വരുമ്പോൾ കൃത്യമായിട്ട് അറിയും ഓരോരുത്തരുടെയും പങ്ക് എന്താണെന്നും. ആ പങ്കിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, രാജ്യാന്തര ബന്ധങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, അത് SITയുടെ പരിമിതിയിൽ നിൽക്കുമോ? ഇതേവരെ പറയട്ടെ, ഹൈക്കോടതിയിലെ പറയണം. IB അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. അതാ ഞാൻ പറഞ്ഞത്, ഹൈക്കോടതി പറയട്ടെ.